ആകാശവാണി 79ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നടത്തിയ അഭിസംബോധനയെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആത്മനിർഭരതയുടെ നിറവോടെയാണ് ഇത്തവണ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിക്കൊണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് സമാരംഭം കുറിച്ചത്. രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രി ചുവപ്പുകോട്ടയിലെത്തിയത്. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങൾ പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. 2047 രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന നവഭാരതമെന്നതായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ആശയം. വികസിത ഭാരതമെന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിലേക്ക് രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. സർവ്വമേഖലകളിലും അനുദിനം പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രാജ്യ പുരോഗതിയെ അടിവരയിടുന്നതായിരുന്നു ശ്രീ മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാഷ്ട്രമെന്ന നിലയിൽ നിന്ന് ആഗോളതലത്തിൽ അതിനൂതന സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും വ്യവസായ രംഗത്തുമുൾപ്പെടെ സ്വയം പര്യാപ്തത നേടിയ രാജ്യമെന്ന നിലയിലേക്ക് ഇന്ത്യ അതിവേഗം വളരുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. आत्मसम्मान की सबसे बड़ी कसौटी आज भी उसकी आत्मनिर्भरता है और विकसित भारत का आधार भी है आत्मनिर्भर भारत. जो दूसरों पर ज्यादा निर्भर रहता है उसकी आजादी पर उतना ही बड़ा प्रश्न चिन्ह लग जाता है. आत्मनिर्भरता का नाता सिर्फ आयात और निर्यात, रुपये, पैसे, पाउंड, डॉलर यहां तक सीमित नहीं है. आत्मनिर्भरता का नाता हमारे सामर्थ्य से जुड़ा हुआ. ബഹിരാകാശ മേഖലയിൽ രാജ്യം സ്തുത്യർഹമായ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തിയ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ടിട്ടുള്ള ഗഗൻയാൻ ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തിനായും രാജ്യം പ്രവർത്തിക്കുന്നുണ്ട്. ബഹിരാകാശ രംഗത്തെ 300ഓളം സ്റ്റാർട്ടപ്പുകൾ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. देश में जो रिफॉर्म किए गए मुझे बहुत गर्व होता है. मेरे देश के 300 से ज्यादा स्टार्टअप्स अब सिर्फ और सिर्फ स्पेस सेक्टर में काम कर रहे हैं और उन 300 स्टार्टअप में हजारों नौजवान पूरे सामर्थ्य के साथ जुटे हैं. ये है मेरे देश के नौजवानों की ताकत और ये है हमारे देश के नौजवानों के प्रति विश्वास. സിന്ധു നദീജല കരാർ അന്യായമായിരുന്നുവെന്ന് ജനങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിനെതിരായ ആണവ ഭീഷണി ഇനി വെച്ചു പൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. സായുധ സേനയുടെ ധീരതയും കൃത്യതയും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ ദേശീയ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും മികവുറ്റ ആയുധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി സുദർശൻ ചക്ര എന്ന പേരിൽ ദൗത്യം നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अब देश सुदर्शन चक्र मिशन लॉन्च करेगा. ये मिशन सुदर्शन चक्र एक पावरफुल वेपन सिस्टम दुश्मन के हमले को न्यूट्रलाइज तो करेगा ही करेगा, लेकिन कई गुना ज्यादा दुश्मन पर हिट बैक करेगा. आने वाले 10 सालों में हम उसको प्रखरता से आगे बढ़ाना चाहते हैं. അതേസമയം ഔഷധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയിലെ നട്ടെല്ലാണ് രാജ്യത്തെ കർഷകരെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് നിന്നുള്ള കാർഷിക കയറ്റുമതി 4 ലക്ഷം കോടി രൂപ കടന്നു. PM കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികളിലൂടെ കർഷകരുടെ ആത്മവിശ്വാസം ഉയർത്തി. സംശുദ്ധ ഊർജം സംബന്ധിച്ച ആഗോള പ്രതിബദ്ധതകൾ
നിശ്ചിത സമയത്തിന് വളരെ മുൻപ് തന്നെ കൈവരിക്കാൻ രാജ്യത്തിന് സാധിച്ചതായും പ്രധാനമന്ത്രി വിശദീകരിച്ചു. ഇന്ത്യയെ സ്വാശ്രയ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. വെല്ലുവിളികളെ മറികടന്ന് അർദ്ധചാലക ദൗത്യവുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. ഈ വർഷം അവസാനത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച ഇലക്ട്രോണിക് ചിപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അഭിസംബോധനയിൽ ശ്രീ നരേന്ദ്രമോദി അടിവരയിട്ടു. ഊർജ്ജ ഉൽപാദനത്തിൽ കഴിഞ്ഞ 11 വർഷങ്ങൾ കൊണ്ട് 30 ഇരട്ടി വർധനയുണ്ടായെന്നും 2047 ആണവോർജ്ജ ഉൽപാദനം 10 ഇരട്ടിയിലധികം വർദ്ധിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. न्यूक्लियर एनर्जी में 10 नए न्यूक्लियर रिएक्टर तेजी से काम कर रहे हैं. 2047 तक, जो कि हमने विकसित भारत का लक्ष्य तय किया है. जब देश की आजादी के 100 साल होंगे, हम परमाणु ऊर्जा क्षमता 10 गुना से भी अधिक बढ़ाने का संकल्प लेकर के आगे बढ़ रहे हैं. ഇന്ത്യൻ ഭരണഘടന ജനങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന വഴിവിളക്കാണെന്നാണ് പ്രധാനമന്ത്രി അഭിസംബോധനയിൽ വിശേഷിപ്പിച്ചത്. പ്രതീക്ഷകളുടെയും അഭിലാഷങ്ങളുടെയും ആഘോഷമാണ് സ്വാതന്ത്ര്യദിനം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും ഭരണ നവീകരണത്തിനും ലക്ഷ്യമിട്ട് പ്രത്യേക പരിഷ്കരണ കർമ്മസേനയ്ക്ക് രൂപം നൽകുമെന്നും $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കർമ്മസേന രാജ്യത്തെ പ്രാപ്തമാക്കുമെന്നും ശ്രീ മോദി പ്രഖ്യാപിച്ചു. नेक्स्ट जनरेशन रिफॉर्म्स के लिए हमें एक टास्क फोर्स गठित करने का निर्णय किया. ये टास्क फोर्स समय सीमा में इस काम को पूरा करे. वर्तमान नियम, कानून, नीतियां, रीतियां 21वीं सदी के अनुकूल, वैश्विक वातावरण में अनुकूल और भारत को 2047 में विकसित राष्ट्र बनाने के संदर्भ में नए सिरे से तैयार हो और उसका समय सीमा में अपना कार्य पूरा करने के लिए इस टास्क फोर्स की रचना की है. ജനസംഖ്യ അസന്തുലിതാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടക്കാൻ ഉന്നത അധികാരത്തോടുകൂടി ഡെമോഗ്രഫി മിഷന് തുടക്കം കുറിക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. സൗരോർജം, ഹൈഡ്രജൻ, ജലവൈദ്യുതി എന്നിവയ്ക്കൊപ്പം ഊർജ്ജരംഗത്ത് സമുദ്ര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ദേശീയ ആഴക്കടൽ പര്യവേക്ഷണ ദൗത്യവും ആരംഭിക്കും. രാജ്യത്ത് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയണമെന്നും ശാസ്ത്രജ്ഞരും യുവാക്കളും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് 15,000 രൂപ വീതം സർക്കാർ നൽകും. 1 ലക്ഷം കോടി രൂപ മുതൽ മുടക്കുള്ള ഈ പദ്ധതിയിലൂടെ 3,50,00,000 പേർക്ക് പ്രയോജനം ലഭിക്കും. കഠിനാധ്വാനത്തിലൂടെയും സ്വാശ്രയത്വത്തിലൂടെയും സമൃദ്ധമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज से प्रधानमंत्री विकसित भारत रोजगार योजना आज ही 15 अगस्त को लागू हो रही है. इस योजना के तहत निजी क्षेत्र में पहली नौकरी पाने वाले नौजवान को 15,000 रुपया सरकार की तरफ से दिए जाएंगे. कंपनियों को भी नए रोजगार देने के अवसर जो भी ज्यादा जुटाएगा उनको भी प्रोत्साहन राशि दी जाएगी. प्रधानमंत्री विकसित भारत रोजगार योजना करीब 3.5 करोड़ नौजवानों को रोजगार के नए अवसर बनाएगी. രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം കടന്നുപോയത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച അടുത്ത തലമുറ GST പരിഷ്കരണ നിർദ്ദേശങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി കുറയ്ക്കാനിടയാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധനായ ഷൈജ്മോൻ CS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ വലിയ ഒരു റീസ്ട്രക്ചറിംഗ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള സ്ലാബ് റേറ്റിൽ 5% 18% മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ സ്ലാബ് റേറ്റുകളിലും മാറ്റമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 1%, ഹയസ്റ്റ് ആയിട്ട് 40% എന്ന് പറയുന്നത് 4-5 വസ്തുക്കൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തിക്കൊണ്ട് ഒരു വളരെ വലിയ ചേഞ്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 99%
ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള ഐറ്റംസ് 12% സ്ലാബിലാണ് ഉള്ളത്. അത് 5% മാറും. ഇതുവഴി ഒരുപാട് സാധനങ്ങളുടെ വില വളരെയേറെ കുറയുകയും ആൾക്കാർക്ക് അത് വളരെ വളരെ വലിയ ഉപയോഗം ചെയ്യുകയും ചെയ്യും. ഇനി മേലിൽ GST ഏർപ്പെടുത്തിയ ഒരു ഉൽപ്പന്നത്തിൽ അതിൻ്റെ മേളിൽ അഡീഷണൽ സെസ്സോ മറ്റോ നടപ്പിലാക്കുന്നതല്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, രാജ്യത്തിലെ ആൾക്കാരുടെ ഉപഭോഗം വർദ്ധിക്കുക; രണ്ട്, ഈ ടാക്സ് കൊടുക്കാതിരുന്ന് രക്ഷപ്പെടുന്ന സംഗതികൾ കുറയ്ക്കുക; മൂന്ന്, കൂടുതൽ ആൾക്കാരുടെ ടാക്സിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക. ഉൽപ്പന്നങ്ങളെ നമ്മൾ ഇവിടെ തന്നെ കൂടുതൽ കൺസ്യൂം ചെയ്യാനും കൂടുതൽ വില കുറയ്ക്കാനും അതുവഴി ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദകരുടെ കോമ്പറ്റീറ്റീവ് എഫിഷ്യൻസി കൂട്ടാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും കൺസംഷൻ കൂട്ടാനും ഒക്കെ ഇതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ് നൽകാൻ പോകുന്നത്. മിക്കവാറും എല്ലാ സാധനങ്ങളുടെയും വില വളരെ വളരെ വലിയ കുറയും. ഈ 40% എന്ന് പറയുന്നത് ടുബാക്കോ പോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ബാക്കി എല്ലാ സാധാരണ സാധനങ്ങളും ഇൻക്ലൂഡിങ് റെഫ്രിജറേറ്റർ, ഡെയിലി ഉപയോഗിക്കുന്ന ആസ്പയറിംഗ് ഗുഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്കെല്ലാം വില കുറയാനായിട്ടാണ് പോകുന്നത്. ഇത് വളരെ നല്ലൊരു മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ശക്തി ജനങ്ങളിലും നൂതനത്വത്തിലും സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രതിജ്ഞാബദ്ധതയിലുമാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തോടെ സമ്പന്നവും ശക്തവും വികസിതവുമായ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെയോ ശാസ്ത്രീയ സാങ്കേതിക സംരംഭക ഉദ്യമങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയോ സംഭാവന നൽകാനും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. നിങ്ങൾ കേട്ടത് 79ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടത്തിയ അഭിസംബോധനയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുധീൻ സൈനുദ്ദീൻ.